ഇന്ന് നമ്മളുടെ സഭ കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഒരു വലിയ ശ്രേഷ്ഠൻ്റെ ഓർമ്മ ദിനത്തിലാണ് 1836 ജനിച്ച് 1899 മാർച്ച് 20 പരലോക പ്രാപ്തനായ പറയമാക്കൽ തൊമ്മ കത്തനാട് നമ്മളുടെ സഭയ്ക്കും നമ്മുടെ രാജ്യത്തിനും സാർവത്രിക സഭയ്ക്കും ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയാണ്. വലിയ സംഭാവനകൾ നൽകിയ ശ്രേഷ്ഠ പുരോഹിതനാണ്. പറയമാക്കൽ തറവാട് ക്രിസ്തീയ പൈതൃകത്തിൻ്റെ വലിയൊരു കേന്ദ്രമാണ്. കടനാടും ഗ്രാമപരവുമായിട്ട് തൊമ്മക്കത്തനാരുടെ ഓർമ്മകളും പറയമാക്കൽ തറവാട്ടുകാരുടെ ക്രിസ്തീയ പൈതൃകവുമെല്ലാം ഓർമ്മിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതറിയാം. തൊമ്മക്കത്തനാട് പ്രധാനമായിട്ടും ഇന്ന് പണ്ഡിത ലോകത്ത് അറിയപ്പെടുന്നത് അദ്ദേഹം രചിച്ച പ്രാതലോക വർത്തമാന പുസ്തകം വഴിയാണ്. അദ്ദേഹത്തിൻ്റെ വളരെ ക്ലേശകരമായ റോമ യാത്രയിലെ ഫലവും അതിൻ്റെ വിശദാംശങ്ങളുമാണ് കാണുന്നത്. കൂട്ടത്തിൽ പണ്ഡിതനായ കരിയാറ്റിൽ യൂസഫ് മൽപ്പാൻ അല്ലെങ്കിൽ യൂസഫ് മൽപ്പാൻ്റെ കൂട്ടത്തിൽ നമ്മുടെ പറയമാക്കൽ തൊമ്മക്കത്തനാട്. അന്ന് ആ കാലഘട്ടത്തിൽ നസ്രാണികളുടെ ഇടയിലെ വലിയ സങ്കടകരമായ വിഭജനങ്ങൾ നടന്ന കാലഘട്ടമായിരുന്നു. പുത്തൻകൂറ്റുകാരും പഴയ കൂട്ടുകാരും രണ്ടായിട്ട് പിരിഞ്ഞ് നസ്രാണി സഭയുടെ ശരീരത്തിൽ ഒരു വലിയ മുറിവ് പോലെ എല്ലാവർക്കും അനുഭവപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇവർ രണ്ടുപേരും റോമിലേക്ക് യാത്ര ചെയ്യുന്നത്. ദീർഘമായ കാലഘട്ടമെടുത്തു. രണ്ടുപേരും അത്ര ആരോഗ്യമുള്ളവരല്ലായിരുന്നു. രണ്ടുപേരും നന്നേ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെടുകയും ചെയ്തു. കപ്പലിൽ ആയിരുന്നപ്പോഴും അല്ലാതെ അവർ വിശ്രമ സ്ഥലത്തായിരുന്നപ്പോഴും വളരെയേറെ ശാരീരിക ബുദ്ധിമുട്ടുകൾ അവർക്കിരുവർക്കും ഉണ്ടായിരുന്നു. പറയമാക്കൽ തറവാട്ടിൽ തൊമ്മക്കത്തനാരും അദ്ദേഹത്തിൻ്റെ സഹോദര പുത്രൻ പാണ്ടി മൽപ്പാൻ എന്നറിയപ്പെടുന്ന വലിയ പണ്ഡിതനും അതുപോലെ തന്നെ കത്തനാർ കത്തായി പറയമാക്കൽ ദ ഗ്രേറ്റ് ഗ്രാൻഡ് നേഫ്യൂ ഓഫ് തോമസ് പറയമാക്കൽ, അവർ വൈദികരുടെ വലിയൊരു ശൃംഖല തന്നെയാണ്. ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വലിയൊരു ശക്തിയായിരുന്നു. സംസ്കൃതവും തമിഴും സുറിയാനിയും ലത്തീനും എല്ലാം ഇവർ മൂന്ന് പേർക്കും സമൃദ്ധമായിട്ട് അറിയാമായിരുന്നു. അവർ കടന്നുപോയ വഴികൾ വേണ്ട രീതിയിൽ വായിച്ചെടുക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും നമുക്കിപ്പോഴും സാധിച്ചിട്ടില്ല.
അവർ സഭയുടെ നേതൃത്വം ഏറ്റെടുക്കാൻ കഴിഞ്ഞിരിക്കുമെന്നൊരു പാടിയെന്ന പോലും അവരുടെ മനസ്സിലുണ്ടായിരുന്നുവെന്ന് എനിക്ക് തോന്നി. അവർക്കുണ്ടായിരുന്ന ആഗ്രഹം നമ്മളുടെ സഭയിലെ വിഭജനം ഒന്ന് ശാന്തമാക്കാൻ പുത്തൻകൂറിലേക്ക് പോയ ഇന്നത്തെ 6-ാം മാർത്തോമ്മായി പഴയ കൂറിലേക്ക് അടുപ്പിച്ച് കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ള ചിന്തയും നമുക്ക് പരമ്പരാഗതമായിട്ടുണ്ടായിരുന്ന അർക്കദിയാക്കോൻ പദവിയും തിരിച്ചു കിട്ടണം എന്നതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അവരാഗ്രഹിച്ചതെല്ലാം അപ്പുറത്തേക്ക് കയറിപ്പോയി. കിരിയാറ്റി യോസേഫ് മെത്രാപ്പൊലീത്തയായി ലിസ്ബണിൽ വെച്ച് അദ്ദേഹം കോൺസെക്രട്ടറിയായി. അവർ തിരിച്ചു വരുന്ന വഴി അപ്രതീക്ഷിതമായ അദ്ദേഹം മരണപ്പെടുന്നു. തൊമ്മക്കത്തനാല് കൊടുങ്ങല്ലൂരിൻ്റെ ഗവർണറോടായിട്ട് അദ്ദേഹം പറഞ്ഞ് വയ്ക്കുകയും കുരിശും മാലയും മോതിരവുമെല്ലാം നൽകുകയും ചെയ്യുന്ന ചരിത്ര സംഭവം പലപ്പോഴും അതിൻ്റെ സാക്ഷ്യം വഹിക്കുന്നത് രാമപുരം പടിമേടയാണ്. അദ്ദേഹം നമ്മളുടെ സഭയുടെ ഗവർണറായിട്ട് 13 വർഷങ്ങൾ ശുശ്രൂഷ ചെയ്തു. അങ്കമാലിയിൽ, പിന്നീട് വടയാറ്, അതേ തുടർന്ന് ഇവിടെയും വളരെ സംഭവബഹുലമായ കാര്യങ്ങൾ നടന്ന ഒരു കാലഘട്ടവും കൂടിയായിരുന്നു. അങ്ങനെ അദ്ദേഹം നടത്തിയ യാത്രയും സ്വതസിദ്ധമായിട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്ന കഴിവുകളുമെല്ലാം സഭയുടെ പൊതു നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ നമുക്ക് കുറേയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക, യൂറോപ്പ് എന്നീ ഭൂഖണ്ഡങ്ങളെക്കുറിച്ചും ഇന്ത്യൻ മഹാസമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, മെഡിറ്ററേനിയൻ കടൽ എന്നീ 3 മഹാസമുദ്രങ്ങളെക്കുറിച്ചും ധാരാളം അറിവ് നമുക്ക് വർത്തമാന പുസ്തകത്തിൽ നിന്ന് ലഭിക്കും. തീർച്ചയായിട്ടും അതിനകത്ത് കിരിയാറ്റിൽ യോസേഫിന്റെ ചിന്തകളും പ്രോത്സാഹനങ്ങളും ഉണ്ട്. അവരൊന്നിച്ച് എത്രയോ വർഷങ്ങൾ കപ്പലിലും കരയിലുമായിട്ട് യാത്ര ചെയ്യുന്നതാണ്. അവർ വർത്തമാനം പറയാത്ത അവസരമൊന്നും കാണില്ല. അവർ പങ്കുവയ്ക്കാത്ത സഭാ, ദേശീയ, സമുദായ ചിന്തകളും ഒന്നും കാണില്ല. അങ്ങനെ നമ്മളുടെ സഭ കണ്ട ഏറ്റവും ശ്രേഷ്ഠരായ 2 വലിയ പിതാക്കന്മാരുടെ ഓർമ്മകളുടെ ഒരു ഭാഗമാണ് യുഗ പ്രഭാവവാനായ പറയമാക്കളിൽ നിന്ന് സാഹിത്യകാരന്മാരും സാംസ്കാരിക നേതാക്കന്മാരുമെല്ലാം അദ്ദേഹത്തെ വിളിക്കുന്നുണ്ടല്ലോ. മീനച്ചിൽ താലൂക്കിൻ്റെ ഒരു വീരപുത്രൻ തന്നെയാണ്. ശ്രീയാനിക്കാരൻ്റെ ഏറ്റവും വലിയ അഭിമാനമാണ്. സ്വന്തം വീട്ടിൽ നിന്നും സ്വന്തം സഭയിൽ നിന്നും കിട്ടിയ മൂല്യങ്ങൾ നഷ്ടപ്പെടുത്താതെ ജീവിച്ചതിൻ്റെ ഒരു ചരിത്രമാണ് പറയമാക്കൽ തോമാ കഥാർത്ഥം. മൂർച്ചയുള്ള ഭാഷയും തീർച്ചയുള്ള ചിന്തകളും നിലപാടുകളും എന്നും അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഏറ്റവും വലിയ വിസ്മയം തോന്നുന്നത് സഭയിലെ ഏറ്റവും വലിയ സംഘർഷങ്ങളുടെ കാലമായിരുന്നിട്ടും സ്വന്തം ജീവിതത്തിൽ സ്വത്വ പ്രതിസന്ധി അല്പം പോലും
അനുഭവിക്കാത്ത ഒരു വ്യക്തിയെ പോലെ പിടിച്ചു നിൽക്കാൻ അദ്ദേഹത്തിന് കഴിയും. പല ഗ്രൂപ്പുകളും ചിന്തകളും ചർച്ചകളും എല്ലാം വരുമ്പോൾ എവിടെ നിൽക്കണമെന്ന് അദ്ദേഹത്തിന് നല്ലതുപോലെ അറിയാമായിരുന്നു. സഭയുടെ സ്വത്വം വ്യക്തിജീവിതത്തിൽ കണ്ടെത്തുകയും അത് നഷ്ടപ്പെടുത്താതെ സഭയ്ക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്യും. വർത്തമാന പുസ്തകം തീർച്ചയായിട്ടും നിങ്ങളിൽ പലരും വായിച്ചിട്ടുണ്ട്. ഈ നാടുകളിൽ കൂടുതലായ പ്രസക്തി അതിനെ കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. സമുജ്വലമായ ഭാഷയാണ് അതിൻ്റെ, പ്രൗഢഗംഭീരമായ ചിന്തകളാണ്. അതിലെ വർണ്ണനകൾ അത്യന്തം രസകരമാണ്. ശൈക്ഷണികമായ വലിയ മികവ് അതിൻ്റെ ഓരോ വാക്കിലും നമുക്ക് കാണാം. കൂർമ്മബുദ്ധിയുള്ള ഷാർപ്പായ ജീനിയസ് ആയിരുന്നു അദ്ദേഹം. പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു തോമക്കന്മാർ. ബൈബിള് നന്നായിട്ട് അറിയാമായിരുന്നു. വർത്തമാന പുസ്തകത്തിൽ നിറഞ്ഞ തിരുവചനങ്ങൾ കേൾക്കുന്നത് നമുക്കറിയാം. സഭയുടെ ആധ്യാത്മിക കാര്യങ്ങളിലുള്ള വൈദേശിക പ്രവണത അദ്ദേഹം ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. സ്വന്തം സഭയുടെ ആരാധനാക്രമവും ചരിത്രവും സുറിയാനി ഭാഷയും അദ്ദേഹത്തിൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന കാര്യങ്ങൾ പോലെയാണ്. അദ്ദേഹം എഴുതിയ ദീർഘമായ പ്രധാന പുസ്തകത്തിലെ ഒരു വാക്യം മാർത്തോമാ ശ്ലീഹ നമ്മുടെ നാട്ടിൽ സുവിശേഷം അറിയിച്ച കാലം മുതൽ ഇന്നുവരെ മുടക്കം കൂടാതെ സുറിയാനിയിലാണ് ഞങ്ങളുടെ പള്ളികളിൽ ആരാധനാക്രമം നടത്തി വരുന്നത്. ഇത് കണ്ട് ഈർഷ്യാകുലരായ നിന്റെ കാരണവന്മാർ ഞങ്ങളുടെ പള്ളികളിൽ പുരാതനക്രമം മാറ്റുവാൻ ആവുന്നതെല്ലാം ചെയ്തു നോക്കി. ഫലിക്കില്ലെന്ന് കണ്ടപ്പോൾ മടുത്ത് പിന്മാറി. സുറിയാനി ഭാഷയോടും നമ്മളുടെ വിവാദ വചനക്രമത്തോടും ഉള്ള നമ്മുടെ സഭയുടെ ആ ഒരു പ്രതിബദ്ധതയെക്കുറിച്ചാണ് അദ്ദേഹം അവിടെ പറഞ്ഞിരിക്കുന്നത്. പറയുമ്പോൾ തോമക്കത്തനാരുടെ വർത്തമാന പുസ്തകവും പെരിയാറ്റി മെത്രാപ്പൊലീത്തായുടെ വേദതർക്കവും രണ്ടും കത്തി വലിച്ചു നിൽക്കുന്ന രണ്ട് ഗ്രന്ഥങ്ങളാണ്. ഒന്ന് വേദതർക്കമാണ്, മറ്റത് ഈ സഭയുടെ ഐഡന്റിറ്റിയെ കുറിച്ചുള്ള ചിന്തകളാണ്. രണ്ടും നമുക്ക് ആവശ്യമാണ്. വേദതർക്കത്തിലൂടെ ക്രിസ്തീയതയുടെ പ്രാധാന്യം പെരിയാറ്റി മെത്രാപ്പൊലീത്ത എടുത്തു കാണിക്കുന്നു. എന്താണ് ക്രിസ്തീയതയ്ക്ക് അനന്യമായിട്ടുള്ളത്? അതിൻ്റെ അനന്യത ചരിത്രത്തിലും ദീപാരാധനത്തിലുമാണെന്ന് തോമക്കത്തനാർ സംശയദേശിനെ സ്ഥാപിക്കുകയാണ്. നമ്മുടെ ഈ നാടുകളിലെല്ലാം
ഈ ചരിത്രം പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അന്ന് അവർ റോമിന് പോയത് പഴയ കൂറുകാരെയും പുത്തൻ കൂറുകാരെയും ഒന്നിപ്പിക്കാം എന്നുള്ള അവർ ബോധ്യത്തിലും ആറാം പഴയ കൂറിലേക്ക് തിരിച്ചു വരും എന്നുള്ള ആ ഒരു അടിസ്ഥാനപരമായ ചിന്തയിലുമാണ്. പക്ഷേ അത് സാമാന്യതലത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിലും അതിൻ്റെ പൂർണ്ണമായ കാര്യത്തിലേക്ക് എത്താനായിട്ട് സാധിച്ചില്ല എന്ന് നമുക്കറിയാം. വർത്തമാന പുസ്തകത്തിന് ഇന്നും ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനമുണ്ട്. അത് വലിയൊരു വിപ്ലവത്തിൻ്റെ ആശയവും ചിന്തയുമാണ്. ദേശീയതയുടെ ആർക്കും പറയാൻ പറ്റാത്ത ചിന്തകളാണ് അതിലുള്ളത്. ഇന്ത്യ ഭരിക്കേണ്ടത് ഇന്ത്യക്കാരാണെന്നും നസ്രാണി സഭയുടെ പുരോഹിതന്മാര് കത്തനാരന്മാര് ഇവിടുത്തെ സഭയുടെ മക്കളായിരിക്കണമെന്നും വളരെ ശക്തമായ പേപ്പറിൽ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. പാതിരിമാരും കത്തനാരന്മാരും തമ്മിലുള്ള ഒരു സംഘർഷമാണ് അവിടെ പലപ്പോഴും നമ്മൾ കാണുന്നത്. വിദേശ മിഷണറിമാര് പാതിരിമാരെന്ന് നമ്മൾ ആദരപൂർവ്വം വിളിച്ചിരുന്നതാണ്. കത്തനാരന്മാര് നമ്മുടെ വിചാരിച്ചന്മാർ സുറിയാനി ബൈബിളും ഒക്കെ നല്ലവണ്ണം അറിയാവുന്ന അച്ഛന്മാരെയാണ് കത്തനാരന്മാർ എന്ന് വിളിച്ചിരുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ ഒക്കെ അന്നത്തെ സഭാജീവിതത്തെ ഗൗരവകരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. വൈദേശികത്വവും ദേശീയതയും തമ്മിലുള്ള ഒരു എൻകൗണ്ടറാണ് അവിടെ നമ്മൾ കാണുന്നത്. ധാരാളം വിദേശ മിഷണറിമാര് ആ കൂട്ടത്തിൽ കച്ചവടത്തിനായി പോയിട്ടുള്ള വിദേശ അനുമാനികൾ. നമുക്ക് അർക്കതിയാക്കന്മാർ വഴി സ്വയം പര്യാപ്തതയും സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്ന സഭയായിരുന്നു. അതിൻ്റെ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ കണ്ടുപിടിക്കണം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടാണ് ഈ ഗ്രന്ഥത്തിലുടനീളം. ഒരു ജനതയുടെ കുറുകിയ നിലവിളിയാണ് എന്ന് പറയുന്നത്. നസ്രാണികളുടെ ഒരു പൊട്ടിക്കരച്ചിലാണ് ആ പ്രശ്നം. നസ്രാണിത്വം എന്താണെന്നതിനെ കുറിച്ചുള്ള വേദനയോട് കൂടിയ ഓർമ്മപ്പെടുത്തലാണ് പറയുന്നത്. വിഭജിക്കപ്പെട്ടു നിൽക്കുമ്പോൾ ബലഹീനമായി കൊണ്ടിരിക്കുന്ന സഭയെക്കുറിച്ചുള്ള ഒരു രോദനമാണ്. ഒരു ശ്രൈവിക സഭയുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളെല്ലാം നൂറ്റാണ്ടുകൾ കാത്തുസൂക്ഷിച്ച ഒരു സഭ വിഭജിക്കപ്പെട്ട് പോകുന്നതിനുള്ള പ്രയാസമാണ്. പിന്നീട് നമുക്കറിയാം, പുത്തൻകൂറിലേക്ക് പോയ നമ്മുടെ സഹോദരങ്ങള് തുടർച്ചയായിട്ട് പിന്നീട് 7 സഭകളായിട്ട് മാറി. ഇന്ന് നമ്മൾ നസ്രാണി സഭകളുടെ സംഘം എന്ന് പറയുമ്പോൾ ഈ സഭകളുടെ എല്ലാം അടിസ്ഥാനപരമായ ശൈലിക ഉറവിടവും സുറിയാനി ഭാഷയും ദൈവാരാധനക്രമവും ചരിത്രവും എല്ലാം കണ്ടെത്താനുള്ള പരിശ്രമമാണ്. അങ്ങനെയുള്ള സംഗമങ്ങൾ പലപ്പോഴും നമ്മൾ നടത്തിയിട്ടുണ്ട്. പ്രവരങ്ങാട്ട വിഷയത്തിൽ നടത്തി, ഇവിടെയും അനേക സംഗമങ്ങൾ നടത്തിയിട്ടുണ്ട്. സമുദായ ബോധത്തിൽ
കൂടുതൽ ആഴപ്പെടാനും സഭ ഐക്യത്തിലേക്ക് എത്താനും നിരന്തരമായിട്ട് ഈ പുസ്തകത്തിലെ ചിന്തകൾ നമുക്ക് ആവശ്യമാണ്. പലപ്പോഴും പ്രധാന പുസ്തകവും വേദവൃത്തവും അനേകരുടെ കണ്ണിലെ കരടായിട്ട് നിൽക്കുന്നു. ഇപ്പോഴും അങ്ങനെ. കാരണം അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പരിശുദ്ധ സഭയുടെ ചിന്തകളും നമ്മളുടെ ശ്ലൈഹിക സഭയുടെ ചരിത്രവും അതിൻ്റെ പ്രാധാന്യവുമാണ്. അത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കാതെ നിൽക്കുന്ന ഒരുപറ്റം സഭകളുടെ കൂട്ടമായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ നേരിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇപ്പോഴും നമുക്കുണ്ടെന്നറിയാം. ഇനി നമ്മൾ വളർന്ന് മുമ്പോട്ട് പോകാനായിട്ട് ഈ പിതാക്കന്മാരുടെ കാഴ്ചപ്പാടുകളിലുള്ള ആഴപ്പെടലും അവരുടെ ചിന്തകൾ ഒപ്പുലാക്കാനുള്ള പരിശ്രമങ്ങളുമാണ് ആവശ്യമായിട്ടുള്ളത്. പുനർമനുഷ്യോടുകൂടി നമുക്ക് വിമോചനം വന്ന ഒരു ഹാർമണി ഐക്യം പിന്നീട് ഒരിക്കലും അത് വേണ്ട രീതിയിൽ ചേർത്ത് നിർത്താനായിട്ട് നമുക്ക് സാധിക്കില്ല. പറയുമാക്കൽ തൊമ്മതനാരും പെരിയാറ്റിൽ പൊരിക്കാനും നിധീരിക്കൽ മണിക്കത്തനാരും 3 അതിപ്രഗത്ഭരായ നസ്രാണി മക്കളാണ്. ഈ ശ്ലൈഹിക സഭയുടെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ എന്താണെന്ന് നന്നായിട്ട് അറിയാമായിരുന്ന 3 വ്യക്തികളാണ്. ഈ സഭ ഇനിയും എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത് എന്നതിൻ്റെ ഏറ്റവും കാതലായ ചിന്തകളും ഈ പുസ്തകങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. സഭയുടെ പിതാക്കന്മാരും വേദപാരകന്മാരും വിശുദ്ധന്മാരുമായി പറയുവാനും പെരിയാറ്റി മെത്രാപ്പൊലീത്താനും നിധീരിക്കൻ മാണിക്യനുമൊക്കെ അംഗീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ മാത്രമേ ഇതിൻ്റെ അടിസ്ഥാനപരമായ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കുക. ഇന്നും ഇവരെക്കുറിച്ച് പറയാനും ഇവർ വിശുദ്ധരാണെന്ന് പറയാനും ഇവരെ വിശുദ്ധരാക്കേണ്ടവരാണെന്ന് പറയാനും പലർക്കും മടിയാണ്. വാസ്തവത്തിൽ ഈ ശ്ലൈഹിക സഭയ്ക്ക് വേണ്ടി ഇതുപോലെ സഹിച്ചവരും പഠിച്ചവരും അധ്വാനിച്ചവരും മറ്റാരും അവർക്ക് സ്വർഗത്തിലെ ഈ മഹത്വവും വിശുദ്ധിയും എല്ലാം ഉറപ്പാണ്. ജോൺ പോൾ ഒന്നാം മാർപ്പാപ്പ ഒരിക്കലും എഴുതി, സ്വർഗത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ കാണുന്ന ഏറ്റവും വലിയ അത്ഭുതം ഭൂമിയിലെ സഭ പേര് പിടിക്കാത്ത ഒരുപാട് വിശുദ്ധന്മാർ അവിടെ ഉണ്ടാകുന്നു. എത്ര ദീർഘവേഷത്തോടുകൂടി പറഞ്ഞൊരു കാര്യമാണ്. ഭൂമിയിലെ സഭ പേര് പിടിക്കാൻ ധൈര്യപ്പെടാത്ത അല്ലെങ്കിൽ പേര് പിടിക്കണമെന്ന് തോന്നാത്ത അനേക സ്വർഗത്തിൽ വിശുദ്ധരായിട്ട് ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് വലിയൊരു ഉത്തരവാദിത്വമാണ് പറയുമാക്കൽ അമ്മത്തനാരും വർത്തമാന പുസ്തകവും അദ്ദേഹം അനേക ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. തോമസ് അക്വീനാസിന്റെ ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന വീട്ടുകേട്ട ഗ്രന്ഥത്തിന്റെ
പരിഭാഷ ഉൾപ്പെടെ അവരെക്കുറിച്ചെല്ലാം കൂടുതൽ പഠിക്കാനും ആ പഠനത്തിലൂടെ നമുക്കൊരു സമഗ്ര സ്വഭാവമുള്ള ദൈവശാസ്ത്രവും ചരിത്രബോധവും സുറിയാനി ഭാഷ സ്നേഹവും ദേശീയതയും ഈ രാജ്യത്തിൻ്റെ ആധ്യാത്മിക മൂല്യങ്ങളോടുള്ള അടുപ്പവും ഒക്കെ ഉണ്ടാകേണ്ടത്. അത് നമ്മൾ കൈവിട്ട് കളഞ്ഞാൽ പിന്നീടൊരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്ത വലിയ നഷ്ടമായിട്ട് നിൽക്കും. ഇന്നും നമ്മുടെ സഭയിൽ അനൈക്യത്തിൻ്റെ വിത്തുകൾ നുഴഞ്ഞ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. മൗലികതയുള്ള പഠനവും നിലപാടുകളും ക്രിയേറ്റീവായിട്ടുള്ള കാഴ്ചപ്പാടുകളും നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ നമ്മുടെ സഭയെ ഐക്യത്തിലും അതിൻ്റെ പോയറ്റിക്കലായിട്ടുള്ള ഈ സുറിയാനി സഭ പോയറ്റിക്കലായിട്ടുള്ള പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചത് ഇവിടുത്തെ ഏറ്റവും സുറിയാനി ഭാഷയുടെ ആ ഒരു സൗന്ദര്യവും കൊണ്ടാണ്. അതിലേക്കെല്ലാം നമുക്ക് കൂടുതൽ പഠനങ്ങളും കാഴ്ചപ്പാടുകളും ഉണ്ടാകാൻ ഇടപെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ സഭയിൽ അനൈക്യം നുഴഞ്ഞ് കയറുമ്പോൾ അവിടെയെല്ലാം വളരെ അന്ധമായ രീതിയിൽ ചരിത്രത്തെയും ചരിത്ര വ്യക്തികളെയും കാണുന്ന ധാരാളമാണ്. കണ്ണു തുറന്നു നോക്കാതെ കണ്ണടച്ച് അതിനെയെല്ലാം കുട്ടികളങ്ങനെ സ്വസ്ഥമായിട്ട് ഇരിക്കാനുള്ള ശ്രദ്ധമാണ്. നസ്രാണികളിൽ നിറഞ്ഞ് നിൽക്കുന്ന ഒരു സ്വര യൗവനം, യൂത്ത്ഫുൾനെസ് ഇനിയും നമ്മൾ കേൾപ്പിക്കേണ്ടതുണ്ട്, കണ്ടെത്തേണ്ടതുണ്ട്. അതിനുള്ള ശക്തി നമ്മുടെ സഭയിലെ ഈ വലിയ രാജന്മാർക്കും അവരുടെ ഗ്രന്ഥങ്ങളിലും എല്ലാം ഉണ്ട്. വർത്തമാന പുസ്തകം വായിക്കുമ്പോൾ കിട്ടുന്ന ഊർജം മറ്റൊരു പുസ്തകത്തിൽ നിന്നും കിട്ടുമെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണ് നമ്മൾ ഊർജസ്വലരായത്. നമുക്ക് നഷ്ടപ്പെട്ട യുവത്വം കണ്ടെത്തേണ്ടത്. ഭാഷയും ചരിത്രവും ദിവാരാധനയും നമുക്ക് ഗൗരവ സ്വഭാവമുള്ള വിഷയങ്ങളായിട്ട് എടുക്കുന്നു. അപ്പോഴാണ് ഈ അതുല്യമായ നസ്രാണി സഭയുടെ മഹത്വം എന്താണെന്നും അതിൻ്റെ പ്രാധാന്യം എന്താണെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് ഈ സഭയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട പറയമാക്കൽ തോമക്കത്തനാരുടെ സ്വർഗപ്രവേശനത്തിൻ്റെ ഓർമ്മ നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചപ്പോൾ അത് നമുക്ക് പുതിയ ഉന്മേഷത്തിനും ഉണർവിനും സമഗ്രമായ ഒരു സഭാ വിജ്ഞാനിയെ ഇന്റഗ്രൽ ആൻഡ് ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ദൈവശാസ്ത്രം രൂപപ്പെടുത്തുവാനുള്ള അടിത്തറയായിട്ട് അതോടൊപ്പം അദ്ദേഹം നമുക്ക് കാണിച്ചു തരുന്ന ദേശീയ മൂല്യം, ഈ രാജ്യത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഈ രാജ്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ദേശീയതയിൽ അദ്ദേഹം കണ്ടത് ഇന്ത്യക്കകത്തുള്ള എല്ലാ മനുഷ്യരും തമ്മിലുള്ള ബന്ധമാണ്. അങ്ങനെയുള്ള തുറന്ന നോട്ടങ്ങളും നമ്മുടെ ഇടയിൽ ഉണ്ടാകേണ്ടതുണ്ട്. പറയുന്ന ഭൗതികാവശിഷ്ടം നമ്മുടെ ഈ ദേവാലയത്തിൻ്റെ ഏറ്റവും പ്രസക്തമായ ഭാഗത്ത് നമ്മൾ കഴിഞ്ഞ വർഷം ദർശിച്ചു. ഈ ദേവാലയത്തിൽ വരുന്നവരെ ആരും ഈ പുണ്യകുടീരം കാണാതെ നോക്കാതെ പോവുകയില്ല. നിരന്തരമായിട്ട് ഈ ഖബർ, ഈ പുണ്യകുടീരം നമ്മളോട് സംസാരിക്കുന്നു. നമ്മുടെ സഭയെക്കുറിച്ച്, നമ്മുടെ സഭയിൽ ഉണ്ടാകേണ്ട
ഐക്യത്തെക്കുറിച്ച്, ഈ സഭയുടെ പ്രാധാന്യത്തെക്കുറിച്ച്, സാർവത്രിക സഭയിൽ ഈ സഭയ്ക്കുള്ള സ്ഥാനത്തെക്കുറിച്ച് അങ്ങനെയുള്ളൊരു സ്വരം കേൾക്കാനായിട്ട് നമുക്ക് സാധിക്കും. ദൈവത്തിൻ്റെ മാലാഖ സംസാരിച്ച സ്വരം മുഴുവനും കേട്ടവനായിരുന്നു അദ്ദേഹത്തിന് മറ്റൊന്നും സംസാരിക്കാനില്ല. ദൈവം പറഞ്ഞു കൊടുത്തതെല്ലാം മാലാഖമാർക്കറിയാം. അങ്ങനെ ദൈവത്തിൻ്റെ സ്വരം ജീവിതത്തിൽ അത്യന്തം കേട്ടവനാണ് ആവശ്യം. ഇവിടെ നമ്മൾ ആയിരിക്കുമ്പോൾ പറയുമ്പോൾ ഈ പുണ്യ ഖബറ് നമ്മളോട് സംസാരിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. അതിനുവേണ്ടിയാണ് ഈ പുതിയ വിശേഷം ഞാനൊരു മുൻ വികാരിയോട് സംസാരിച്ചപ്പോൾ ഇവിടം തന്നെ ആകട്ടെ എന്ന് ഞാൻ ഉദ്ദേശിച്ചു. ഈ പള്ളിയുടെ ഈ ഭാഗമാണ് നമുക്ക് ആർക്കും പ്രവേശിക്കാവുന്നതും എപ്പോഴും കാണാവുന്നതുമായ ഈ സ്ഥലം. അവിടെയാണ് ഈ വലിയ മഹാത്മാവിൻ്റെ ഭൗതികാവശിഷ്ടം വിസ്മരിക്കുന്നത്. അങ്ങനെ ഇവിടെ വരുന്നവർക്കെല്ലാം നല്ലൊരു അധ്യാത്മിക ഉണർവ് ഉണ്ടാകാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ മണിക്കൂറിന് വേണ്ടി കണ്ട ക്രമീകരണം ചെയ്ത പെരുമാറ്റപ്പെട്ട പ്രധാന ശിക്ഷനെ വിചാരിച്ചു ഞാൻ ക്ഷേത്രത്തോടെ ഓർക്കുന്നു. പറയുമാറ്റിൽ തറവാട്ടിൽപ്പെട്ട സഭാസ്നേഹിതരായ അനേകരുണ്ട്. അവരിൽ നിന്നും ചിലരെൻ്റെ അടുത്ത് വന്ന് ഈ സമയത്ത് ഇവിടെ ഒന്ന് വരണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ മറ്റ് ഏത് അവസരങ്ങളിലും തോമാത്തിനാരെക്കുറിച്ച് പടനാട്ടിൽ വെച്ചും ഇവിടെ വെച്ചും സിനഡിനകത്തെല്ലാം സംസാരിക്കും. ഇന്നിവിടെ ഈ പുതുതാക്കി നമ്മൾ സ്ഥാപിച്ച ഈ ഖബറിലായിരിക്കുമ്പോൾ അത് നമുക്കൊരു പുതിയ കാഴ്ചപ്പാട് നൽകുന്നുണ്ട്. എല്ലാവരും കാണണം. അവിടെ നിന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന നമ്മളുടെ സഭയുടെ സമരപ്പെടുന്നതിനെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനം പ്രതീക്ഷയാൽ നിന്റെ രാഷ്ട്രീയ ആശിഷിക്കണമേ. ജീവന്റെ വിവരത്തിന്റെ നാഥനും പരിശുദ്ധലോകായ സുരേഷിലായിരിക്കും. ുമ്പോൾ കരുണയുടെ നിലനിർത്തണമേ. നല്ലവർക്ക്
നമുക്ക് സമാധാനം. ജീവന്റെ മരണത്തിന്റെ പരിശുദ്ധമായ Israel
നിന്റെ ശ്രീവാരോടും ദീപദൂതന്മാരുടെ അപ്പടിയോടുകൂടെ വനമേഖലയിൽ കൃഷ്ണാകുകയും സ്വർഗത്തിന്റെ വാതിലുകളപ്പെടുകയും മരിച്ചവർ അക്ഷയരായി അവരിടങ്ങളിൽ നിന്ന് ഉയർത്തുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിഷയത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗത്തിലേക്ക് ഞങ്ങളുടെ സഹോദരനെ സ്വീകരിക്കണമേ. ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.